ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് എനിക്കറിയാം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അപ്പോൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് പേര് വീഡിയോസ് എന്താ ചെയ്യാതെ എനിക്കറിയില്ല എൻ്റെ ചാനൽ ഇത്രയും ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തത് മുതൽ എല്ലാവരും മീൻസ് എന്നെ അറിയുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി എന്താ വീഡിയോസ് ചെയ്യാതെ ചെയ്യുന്നുള്ളത്. സോ ഞാൻ ഒരു ടൈം എത്തട്ടെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട്. സോ അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ അത് പറയാം. സോ ഞാൻ ഇന്നൊരു സുഡിയോ ഹോളാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 2 മാസമായിട്ട് ഞാൻ സുഡിയോന്ന് വാങ്ങിയിട്ടുള്ള 2 മാസം, പിന്നെ റീസെൻ്റ് ആയിട്ടും ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ കൂടുതലും വെസ്റ്റേൺ വെയേഴ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. വെസ്റ്റേൺ വെയേഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സുഡിയോയിൽ കൂടുതൽ വെസ്റ്റേൺ വെയേഴ്സ് ആണ് കളക്ഷൻസ് കൂടുതലുള്ളത്. എക്സ് വെയേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ വെസ്റ്റേൺ വെയേഴ്സ് എല്ലാം ടോപ്പ് നോച്ച് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രാൻഡഡ് ഡ്രസ്സ് ഇടാനും പറ്റും. സോ അതുകൊണ്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ടാറ്റയുടെ പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരനോടുള്ള ഒരു ഇഷ്ടവും എനിക്കുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ എവിടെ സ്റ്റുഡിയോ കണ്ടാലും ജസ്റ്റ് ഒന്ന് വാങ്ങിയില്ലെങ്കിലും ഒന്ന് കയറിയിട്ട് ഒന്ന് കാണുക, സംഭവങ്ങളൊക്കെ കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ. ഒരു ഫുൾ സ്ലീവ് ടോപ്പാണ്. പക്ഷെ ഇത് നമുക്ക് കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്ലിറ്ററി ആണ് വരുന്നത് കേട്ടോ. ഒരു ഗ്ലിറ്ററി കൈൻഡ് ഓഫ് എന്നാൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമുക്കത് എടുത്ത് കാണിക്കത്തൊന്നുമില്ല. പക്ഷെ ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലിറ്ററി കൈൻഡ് ഓഫ് എന്താ പറയുക, ഫുൾ സ്ലീവ് ടീഷർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷെ ഇത് ചൂടുകാലത്ത് ഇടാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ലാസി ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എന്താ പറയുക ഫുൾ സ്ലീവ് ഷർട്ട് എടുക്കുന്നത്. എനിക്കിനെ കൂടുതലും ഇങ്ങനെയുള്ള ടോപ്സ് ഒക്കെയാണ് കൂടുതലും എടുക്കുന്നത്. ഇങ്ങനത്തെ ടീഷർട്ട്സ് ഇപ്പം എനിക്ക് കുറച്ച് ക്രേസ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള പിന്നെ ഇവിടെ വന്നിട്ടൊരു പ്രിന്റ്, ഒരു വി പോലെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ടോപ്പ്. സോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. 2 months മുന്നേ വാങ്ങിയതാണ്. സോ റേറ്റ് ഒന്ന് എന്നോട് ചോദിക്കും. എന്തായാലും 600 ബിലോ ആണ് കേട്ടോ. 600 599 അങ്ങനെ എന്തോ ആണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. നല്ല രസമില്ലേ, ഭയങ്കര ഇഷ്ടമായി. ഇതും ഒരു ടീഷർട്ട് തന്നെയാണ്. പക്ഷെ ഇത് ഈ സമയത്ത് ഓഫർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, 50% ഓഫ്. ആ ടൈമിൽ വാങ്ങിയ ടീഷർട്ടാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ടീഷർട്ടാണ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. ഒരു പ്ലെയിൻ ടീഷർട്ടാണ്. പക്ഷെ ഇത് ഇടുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ലാസി എന്ന് പറഞ്ഞില്ല, ഒരു കാഷ്വൽ ലുക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാണ് നല്ല ഭംഗിയുള്ളതിന് 200 സംതിങ്, 200 ഐ തിങ്ക് 200 ഇത്രയാണ് വാങ്ങിയത് കേട്ടോ. ഇത് ചുളിഞ്ഞിരിക്കുവാണ് ഞാൻ. പക്ഷേ ഇത് ഭയങ്കര പെട്ടെന്ന് നമുക്കിപ്പം ഒരു ഷോപ്പിൽ പോവുകയോ പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒന്നാമത്തെ കാര്യം, ഒട്ടും ചൂടടിക്കത്തില്ല. സോ ഇതാണ് എൻ്റെ സെക്കൻഡ് പർച്ചേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറും കൂടിയാണ് യെല്ലോ. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് മുഖത്ത് തോന്നിക്കും കേട്ടോ. സോ അതാണ് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് എടുത്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. നല്ല ഭംഗിയില്ലേ. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വാങ്ങണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം ഇത് ഓൾമോസ്റ്റ് വൈറലായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഞാനും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് യൂണിഫോം പോലെ ആവണ്ടല്ലോ. ഈ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ സ്റ്റുഡിയോ മാക്സി ട്രെൻഡ്സ് എന്നൊക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതുപോലെ ഒരാളെങ്കിലും നമ്മൾ കാണും എന്നുള്ളതാണ്. സോ ഒരു യൂണിഫോം ഡ്രസ്സ് പോലെ ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞാൻ ഒന്നും നോക്കിയില്ല, ഇത് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു ടോപ്പാണ് കേട്ടോ ഇത്. ഇത് വന്നിട്ട് ഷർട്ടാണ്.
ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ ഇടാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ ഇത്, ഒരു ഇത്രയും ലെങ്ത് കുറവാണ്, ക്രോപ്പ് ടോപ്പ് ആണ്. ഇനി നമുക്കൊരു ബ്ലാക്ക് ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂ ജീൻസിന്റെ കൂടെ പെരയിടാം. സൂപ്പറാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷർട്ടാണിത്. പിന്നെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. സോ ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷർട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. സോ ഇതിൻ്റെ റേറ്റ് 499. സോ അതുകൊണ്ട് റേറ്റ് അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് സാധനം വാങ്ങിക്കാൻ പിന്നെ ആ സമയത്ത് ഓർമ്മയാണ്, പിന്നെ എനിക്ക് എത്ര റേറ്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ മറന്നു കേട്ടോ. അപ്പം ഇതിന് ടാഗ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. സോ ഇതാണ് ഈ ഒരു ഷർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് പൊതുവേ ഞാനൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് പിടിക്കുന്ന കളേഴ്സാണ് ഗ്രീൻ. എവിടെ പോലും ഒന്നിന് ഗ്രീൻ, ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സിലേക്ക്, പിന്നെ ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സിലേക്ക് എൻ്റെ കണ്ണ് പോകത്തുള്ളൂ. ലാസ്റ്റ് ആ ഏതെങ്കിലും കളർ എടുത്തിട്ട് വരും. സോ അതുപോലെ എടുത്തൊരു കളറാണ് ഗ്രീൻ. എവിടെ പോയാലും എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. സോ ഇതും ടീഷർട്ട് അല്ല, ഇത് ബട്ടൺസ് ഒക്കെ വരുന്ന ഷർട്ട് തന്നെയാണ്. സോ എനിക്കിപ്പം ഇങ്ങനെയുള്ള ഷർട്ട്സ് ഇടാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഭയങ്കര ഇഷ്ടമുള്ള എന്താ പറയുക, ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഇത് ടോപ്സ് ഒക്കെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്ക് ഇതുപോലെ ഷർട്ട്സ് ഇടാനാണ് കേട്ടോ ഇഷ്ടം. ഇതും നല്ലൊരു ഷർട്ട് തന്നെയാണ്. പിന്നെ എടുത്തേക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റുഡിയോന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ചെയ്തിട്ടല്ലാതെ എടുക്കരുത്. കാരണം ഓൾറെഡി എനിക്ക് ഒരു ലാർജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുർത്തീസൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് ലാർജ് ആണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യാം. പക്ഷേ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട്, സ്റ്റുഡിയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഷോപ്സിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഇത് ട്രയൽ ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം നമ്മുടെ സൈസിനെ കാട്ടിയിട്ടും ഒന്നിൽ കുറയും അല്ലെങ്കിൽ കൂടും. സോ അതുകൊണ്ട് ട്രയൽ ചെയ്ത്, ഇപ്പോൾ എനിക്കിപ്പോൾ മീഡിയം തന്നെ, ഇതും കുറച്ചുകൂടെ വലുതാണ്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സ്മോളൊക്കെ ഇട്ടേനെ കറക്റ്റ് ആവുമായിരിക്കും. പക്ഷേ എനിവേ, അപ്പം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ വെയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നൊരു പാൻറ് ആണ് കേട്ടോ. സോ ഇതും ഞാൻ റീസെൻ്റ്ലി വാങ്ങിയത് ആണ്. അതായത് ഇപ്പോൾ ഞാൻ പോയപ്പോൾ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലൂസ് പാൻ്റ് ആണ്. പക്ഷെ ഒരുപാട് ലൂസും അല്ല. എനിക്ക് ഈ പലാസോ കൈൻഡ് ഓഫ് പാൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ച് വണ്ണമുള്ളവർക്ക്, കുറച്ച് ബെസ്റ്റി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ, അതായത് എന്താ പറയുക, കുറച്ച് പലാസോ കൈൻഡ് ഓഫ് ഇടുമ്പോഴേക്കും കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. സോ അതുകൊണ്ട് ഒരു മീഡിയം ലൂസ് പാൻറ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് മീഡിയം ലൂസ് പാൻറ് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ലെഗിങ്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കൈൻഡ് ഓഫും അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഇട്ടാലും കുറച്ചുകൂടെ വണ്ണം തോന്നിക്കും. അതുപോലെ പലാസോ കൈൻഡ് ഭയങ്കര ഫ്ലയർ ആയിട്ട് വരുന്ന പാൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വണ്ണം തോന്നിക്കും. സോ നമ്മൾ ഒരു ലൂസ് കൈൻഡ് ഓഫ്, ഒരു മീഡിയം ലൂസ് പാൻസ് പ്രിഫർ ചെയ്യുക കേട്ടോ. സോ ഇപ്പം ഞാൻ അത് ഇപ്പോഴും ഞാനിത് വാങ്ങിയതാണ്. വൈറ്റ്, എനിക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്കും കൂടെ കിട്ടണമെന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ബ്ലാക്കും കൂടെ വാങ്ങും. കാരണം ബ്ലാക്ക് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന പാൻസ് ആണ്. അപ്പം ബ്ലാക്ക് പക്ഷെ ഞാൻ നോക്കി, പക്ഷെ അത് ഒരുമാതിരി ഒരു നരച്ച പോലെ ഇരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. സോ വൈറ്റ് മാത്രമാണ് കേട്ടോ എടുത്തത്. സോ ഇതിൻ്റെ ഇവിടെ പ്ലെയിൻ ആണെങ്കിലും ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്നുണ്ട്. സോ ഇടുമ്പോൾ ഭയങ്കര ക്ലാസി ലുക്കാണ് കേട്ടോ. ഒരു കുർത്തിയുടെ കൂടെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പാൻറ്. ഇട്ട് നോക്കിയപ്പോൾ ഞാൻ പക്ഷെ എടുത്തപ്പോഴേക്കും എനിക്ക് വലിയ ഇത് തോന്നിയില്ല. പക്ഷെ ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴേക്കും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ്. സോ ഇതുവരെ ഞാൻ പുറത്തോട്ട് ഇട്ടിട്ടില്ല. സോ ഇനി കുറച്ച് കുർത്തീസൊക്കെ വാങ്ങണം. എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുർത്തീസ് എല്ലാം പഴയതായി. അപ്പോൾ എനിക്കിനി കുറച്ച് കുർത്തീസൊക്കെ വാങ്ങിയിട്ട് വേണം ഇതിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അടുത്തതൊരു ഫുഡ് വെയർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര എന്താ പറയുക, കാണിച്ചിട്ട് തന്നെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാണെന്നൊക്കെ തോന്നും, പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. കാരണം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കില്ലേ, പക്ഷെ നമുക്ക് കിട്ടാതെ നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ പറയുക, ഇങ്ങനൊരു ഫുഡ് വെയർ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ എല്ലാം കൂടി ഒത്തിണങ്ങി ഒരെണ്ണം കിട്ടണമെന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തത്, നമ്മൾ ഒന്നുകൊണ്ട് നമ്മളൊരു ഇഷ്ടപ്പെടായിക വരില്ല. എല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സോ ഇതാണ് സംഭവം. ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഫുഡ് വെയർ ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 499 ആണ്.
ആൻഡ് സൈസ് വന്നിട്ട് 38 ആണ്. ഇത് കാണുമ്പോൾ വൈറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ലാവൻഡർ ആണ് കേട്ടോ. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ഹീൽസും ഇഷ്ടമല്ല, എന്നാൽ ഒരുപാട് ഫ്ലാറ്റും ഇഷ്ടമല്ല. എനിക്കൊരു മീഡിയം കൈൻഡ് ഓഫ് ഹീൽസ് ആണ് ഇഷ്ടം. സോ ഇത് നോക്കിക്കേ, ഒരു മീഡിയം കൈൻഡ് ഓഫ് ഹീൽസ് ആണ്. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇടുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല ഇടുമ്പോൾ ഭയങ്കര ക്ലാസി ലുക്കാണ് കേട്ടോ വരുന്നത്. സോ എനിക്ക് അടുത്തിടെ വാങ്ങിയിട്ടുള്ള ഫുഡ് വെയർസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണിത്. ഇത് നമുക്ക് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയും ഇടാം, അതുപോലെ എത്നിക് വെയർസിൻ്റെ കൂടെ ഇടാം. സോ രണ്ടിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി പർച്ചേസ് ആണ് കേട്ടോ ഇത്. സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് പർച്ചേസ്. അങ്ങനെയല്ല, ലാസ്റ്റ് ഞാൻ കാണിച്ച സാധനം. ഇനി ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ സ്റ്റുഡിയോന്ന്, പക്ഷെ അതൊക്കെ കുറച്ച് പഴയതായതാണ്. സോ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.